അതിദാരിദ്ര്യമുക്ത കേരളത്തെ സംബന്ധിച്ച് ദിവ്യ എസ് അയ്യർ ഇട്ടൊരു കുറിപ്പുണ്ട്. കേരളം അധികം ചർച്ച ചെയ്തിട്ടില്ല, പക്ഷേ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ചില മനുഷ്യർ അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് അതിദാരിദ്ര്യമുക്ത കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവർ എടുത്ത ഇനിഷ്യേറ്റീവ്, അവർക്ക് അതിലൂടെ കടന്നു പോയപ്പോഴുണ്ടായ അനുഭവങ്ങൾ, അതാണല്ലോ നാട് അറിയേണ്ടത്. ചില വിദഗ്ധ വിടുവായന്മാരുടെ വാചക കസറത്തിനപ്പുറവും അത് ഏറ്റുപിടിച്ച് ഒരു ജനകീയ പദ്ധതിയുടെ ശോഭ കെടുത്താൻ വേണ്ടി കേരളത്തിൽ ചില PR ടീമുകാരും PR മാപ്രകളും അവരോടൊപ്പം പ്രതിപക്ഷവും സംഘപരിവാർ എല്ലാം ചേർന്ന് നിന്നാൽ അങ്ങനെ ചില യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾക്ക് തേച്ചുമാച്ച് കളയാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തിയിട്ട് അങ്ങ് പോകാൻ കഴിയില്ലല്ലോ. അവിടെയാണ് ചില ശബ്ദങ്ങൾ, അതും ഈ പദ്ധതിയുടെ ഭാഗഭാക്കായി അതിനുവേണ്ടി അശ്രാന്തം പരിശ്രമിച്ച ഒരു IAS ഓഫീസർ എന്നുള്ളതിലേക്ക് ദിവ്യ എസ് അയ്യരുടെ ഈ കുറിപ്പ് കൂടുതൽ ചർച്ചയാകേണ്ടതുണ്ട് എന്ന് പറയേണ്ടി വരുന്നത്. ഇക്കഴിഞ്ഞ ദിവസം അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റ്, മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വീകരിക്കുന്ന ഒരു ഫോട്ടോയ്ക്കൊപ്പം തന്നെ അവർ കുറിച്ച കുറിപ്പുണ്ട്. നാട് കേൾക്കണം. ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നാം കേരളീയർ ചരിത്രം രചിക്കുകയാണ്. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം വീണ്ടും ലോകത്തിന് മാതൃകയാകുന്നു. ആ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയപ്പോൾ ഇതുപോലെ ജനനിബിഡമായ മറ്റൊരു സദസ്സിന്റെ കരഘോഷങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. തീയതി 2023 ഏപ്രിൽ 24. സ്ഥലം പത്തനംതിട്ട മുനിസിപ്പൽ സ്റ്റേഡിയം. ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ജില്ലാ കളക്ടർ എന്ന നിലയിൽ സ്വീകരിക്കുമ്പോൾ ഒരു വലിയ ദൗത്യത്തിന്റെ നിർവഹണത്തിന്റെ ചെറിയ കണ്ണികളാകാൻ സാധിക്കുന്നതിൽ ഞങ്ങൾ എല്ലാവർക്കും ചാരിതാർത്ഥ്യമുണ്ടായിരുന്നു. സംസ്ഥാനത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായുള്ള മൈക്രോ പ്ലാൻ രൂപീകരണം, അവകാശം അതിവേഗം പദ്ധതിയുടെ പൂർത്തീകരണം എന്നിവയുടെ സംസ്ഥാനതല പ്രഖ്യാപനം പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ നിർവഹിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം. അവകാശം അതിവേഗം എന്ന പേരിൽ പത്തനംതിട്ട ജില്ലയിൽ അതിനോടകം തന്നെ അതിദാരിദ്ര്യ കുടുംബങ്ങളെ കണ്ടെത്തിക്കൊണ്ട് ഓരോ കുടുംബത്തിനും അർഹമായ അവകാശ രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഹ്രസ്വകാല ദീർഘകാല പദ്ധതികളിലൂടെ 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ മുഴുവൻ അതിദരിദ്രരെയും ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ച് മികച്ച ജീവിത നിലവാരം ഉറപ്പുവരുത്തുമെന്ന് അന്ന് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞത് ഓർക്കുന്നു. വർഷം 3 ആകാൻ ഇനിയും മാസങ്ങൾ ബാക്കി നിൽക്കെ തന്നെ ഇന്ന് നാം ആ ലക്ഷ്യം കൈവരിച്ചിരിക്കുന്നു.